ആൾക്കാർ ഇതിലേക്കൂടെ നടന്നു പോകുന്നതാണ്. അപ്പോൾ രണ്ട് സൈഡ് ഇങ്ങനെ കരിയിൽ കിടക്കുന്ന കാരണം ഞാൻ കത്തിച്ചതാണ്. അപ്പം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇത് കത്തിച്ചോ? ഒന്നുമില്ല. കൂടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക. അണയെന്ന് വരെ ഇവിടെ നിൽക്കുക, വെള്ളമായിട്ടൊക്കെ നിൽക്കൊണ്ട്. ഈ ഉണക്ക സമയത്ത് ഇതൊരു വലിയ സംഭവം, കത്തിച്ചില്ലെങ്കിൽ വലിയ വിഷയമാവൂലേ? മുള്ള് കിടക്കും, കാടങ്ങ് പോകും, കുത്തിയാവൂലേ. അല്ല, മാത്രമല്ല കാറ്റിനുള്ളതുകൊണ്ട് വലിയ വിഷയമായി മാറും. അണച്ചിട്ട് വെള്ളം ഒഴിച്ച് അണഞ്ഞങ്ങ് കിടക്കും, പിന്നെ തീ പിടിക്കൂല. ഉണക്കത്ത് കയറി ഇരിക്കൂല, ചൂടത്ത് കയറി ഇരിക്കൂല. എങ്കിലും മാത്രമല്ല കാടും മാറും. പിന്നെ മഴയത്ത് കിളിക്കും. ഇങ്ങനെ ഉണക്കത്ത് കംപ്ലീറ്റ് കാട പോയില്ലേ, വൃത്തിയായിട്ട് ഇതാ നമുക്ക് നടക്കാമല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് അമിതമായ ചൂട് നിറഞ്ഞൊരു കാലാവസ്ഥയാണ്. ഉച്ച സമയത്തൊക്കെ ഭയങ്കരമായ വെയിലാണ് ഇവിടെ അടിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ഉച്ച സമയത്തൊക്കെ പുറത്തിറങ്ങി പോകാനോ. അത്രയ്ക്ക് ശക്തമായ ചൂടാണ് അടിക്കുന്നത്. ഈ ചൂട് സമയങ്ങളിൽ നമ്മുടെ ഈ പരിസരത്തിനെല്ലാം റബ്ബർ കാണും. അപ്പോൾ ഈ റബ്ബറിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞ് കിടക്കും. അപ്പോൾ ഈ റബ്ബർ ഇല കത്തിക്കുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് പലരും ഈ റബ്ബറിൻ്റെ ഇല ഇങ്ങനെ കത്തിക്കുന്നത്. ഈ റബ്ബറിൻ്റെ ഇല കത്തിക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും നമ്മൾ റബ്ബറിൻ്റെ ഇല കൂട്ടിയിട്ട് കത്തിക്കുന്നത്. ഈ റോഡിൻ്റെ സൈഡിലൊക്കെ റബ്ബർ ഇല കൂട്ടിയിട്ട് കത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ആളിപ്പടർന്ന് അപ്പുറത്തുള്ള വസ്തുവിലൊക്കെ കയറി തീ ആളിപ്പടർന്ന് വലിയ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളത് കത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കത്തിക്കുക. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ചേച്ചി ഈ റബ്ബറിൻ്റെ ഇല കത്തിക്കുന്ന ഞാൻ കണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കത്തിച്ച് നല്ല രീതിയിൽ കത്തിച്ച് അവസാനം അവർ വെള്ളം ഒഴിച്ച് അണച്ചിട്ടാണ് അവർ പോകുന്നത്. അതൊരു വലിയ ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കത്തി പടർന്നു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും കയറിപ്പോയി കഴിഞ്ഞാൽ അവസാനം തീ പടർന്ന് ഭയങ്കരമായ രീതിയിൽ ആളിക്കത്തി വലിയ അപകടങ്ങൾ സംഭവിക്കും. ഈ കത്തിക്കുന്നവർക്ക് വരെ അപകടം സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ റബ്ബറും കരിയിലെന്ന് വെച്ചാൽ പടാനങ്ങ് കത്തി പടരും. അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ റബ്ബർ കരിയിൽ കത്തിക്കുമ്പോൾ. അത് കാണുന്നവർക്കറിയാം, ചെയ്തിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ റബ്ബർ കരിയില കത്തിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂട്ടിയിട്ട് കത്തിക്കുന്ന സമയത്ത് അടുത്തുകൂടെ വാഹനങ്ങൾ വല്ലതും പോകുന്നുണ്ടോ എന്നുകൂടെ ശ്രദ്ധിക്കണം. അതായത് റോഡിലൊക്കെ ഇട്ട് നമ്മൾ ഈ റബ്ബറും കരിയില കത്തിക്കുമ്പോൾ വാഹനങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ റബ്ബറും കരിയില കത്തിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മാത്രമല്ല, ഈ കരിയില കൂടിക്കിടന്നാൽ വേറെ വിഷയം എന്ന് പറയുന്നത് ഈ പാമ്പൊക്കെ വന്ന് കരിയിലിടയ്ക്ക് കയറി കിടക്കും. അതും ഒരു വലിയ അപകടമാണ്. കത്തിക്കുന്ന സമയത്ത് അതും കൂടെ ശ്രദ്ധിച്ചോളാം. കാരണം എന്ന് വെച്ചാൽ ഈ കത്തിക്കുന്ന സമയത്ത് നമ്മൾ കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇഴജന്തുക്കളും എല്ലാം കാണും. അതൊക്കെ ശ്രദ്ധിച്ച് വേണം കരിയില കൂട്ടാൻ. നമ്മൾ കരിയില കത്തിക്കുന്ന സമയത്ത് അത് അണയുന്നത് വരെ നോക്കി നിന്ന് അത് അണച്ചതിന് ശേഷം മാത്രമേ, വെള്ളം ഒഴിച്ച് അണച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മാറാവൂ. അതല്ലാത്ത പക്ഷം അത് ആളിപ്പടർന്ന് വലിയ അപകടങ്ങൾ കാരണമാകും. അതുകൊണ്ട് കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പം കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്ന സമയത്ത് അത്യാവശ്യം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.